ഇക്കഴിഞ്ഞ ദിവസം പോലും ഒരു മരിച്ച വല്യുമ്മാന്റെ മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് നിന്ന് മക്കൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം അന്വേഷിച്ചപ്പോ ആ ഉമ്മാന്റെ അക്കൗണ്ടിലുള്ള 85,000 രൂപ മൂത്ത മകന്റെ ഭാര്യ എടുത്തു എന്ന കാരണത്തിന്റെ പേരിൽ മയ്യത്ത് പോലും അവഗണിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, രക്ഷിതാക്കളെ, കുടുംബങ്ങളെ, സമ്പാദിച്ച സമ്പത്തുകൾ നിങ്ങളുടെ ശ്വാസം നിലയ്ക്കുന്നത് വരെ മാത്രമേ നിങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെടാനുള്ളൂ. നിങ്ങളുടെ ശ്വാസം നിലച്ചാൽ മക്കളും കുടുംബക്കാരും വീതിച്ചെടുക്കുന്ന ദുനിയാവിൽ ഒരു അലങ്കാരം മാത്രമാണ് നിങ്ങളുടെ സമ്പത്ത്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ആ സമ്പത്തും നിങ്ങളെ കബറിന്റെ അരികിൽ നിന്നും മടങ്ങിപ്പോരും. വാഹിദുൻ, ഒന്ന് മാത്രമേ നിങ്ങളുടെ കൂടെ ഉണ്ടാകൂ. അമലുഹു, നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ, നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയ സൽക്കർമ്മങ്ങൾ. ഒരാളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചപ്പോ നിങ്ങൾക്ക് ആ പുഞ്ചിരി പോലും സ്വതക്കയായി അള്ളാഹുവിന്റെ അടുത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേ നമുക്ക് ബാക്കിയാവുന്നുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട മനുഷ്യനെ പറ്റി അള്ളാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാ. കുടിക്കാൻ വെള്ളവും ശ്വസിക്കാൻ വായുവും ഈ ലോകം എന്ന മഹാപ്രപഞ്ചവും അവർ വിധാനിച്ച് ഒരുക്കി തന്ന റബ്ബിന്റെ മുൻപിൽ, ആ റബ്ബിന്റെ അരികിലേക്കുള്ള യാത്രയിൽ സമ്പാദ്യങ്ങൾ എടുക്കാൻ മറന്നുപോയവർ, അള്ളാഹ് കാണിച്ചു തന്ന